കോൺഗ്രസിൻ്റെ പ്ലാൻ ബി 88 മണ്ഡലങ്ങളിൽ ഏകോപനത്തിന് പ്രത്യേക നേതാക്കൾ. കാരണം 85 മണ്ഡലമാണ് അവർ പിടിക്കുമെന്നൊക്കെ പറഞ്ഞു നിൽക്കണം. അപ്പോൾ 88 മണ്ഡലത്തിലേക്ക് പ്രത്യേക നേതാക്കൾ, അഡീഷണൽ നിരീക്ഷകന്മാർ. കാര്യം കാലുവാരുമോ അണ്ടർസ്റ്റാൻഡിങ് പരിപാടിയുണ്ടോ, അടിയിൽ കൂടെ ഡീലുണ്ടോ എന്നൊക്കെ നോക്കാനായിരിക്കും. വാർ റൂമിന് 2 ദിവസത്തിലൊരിക്കൽ റിപ്പോർട്ട് കൊടുക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് മണ്ഡലങ്ങൾ തിരിച്ചിട്ടുണ്ട്. അതിൽ എ ബി ക്ലാസ്സിലേക്കാണ് ആളുകളെ ഇറക്കിയിരിക്കുന്നത്. വാർ റൂമിന് 2 ദിവസത്തിലൊരിക്കൽ KPCC ഓഫീസിലും AICC ഓഫീസിലും പ്രവർത്തിക്കുന്ന വാർ റൂമുകൾക്ക് വലിയ രീതിയിൽ 2 ദിവസത്തിലൊരിക്കൽ റിപ്പോർട്ട് കൊടുക്കണം. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് വാർ റൂമിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. നേമം മണ്ഡലത്തിൽ വാർ റൂം നോക്കുന്നത് ഇലക്ഷനിൽ വലിയ സാധ്യതയുള്ള, അല്ലെങ്കിൽ ചാണക്യ ഇലക്ഷൻ തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന പഴയ DCC പ്രസിഡൻറ്റ്, മുൻ MLA കൂടെയുള്ള K. മോഹൻകുമാറിനാണ്. കഴക്കൂട്ടത്ത് നോക്കുന്നത് MA വാഹിദാണ്. കഴക്കൂട്ടത്ത് നോക്കുന്നത് കാട്ടാക്കടയിൽ മരിയാപുരം ശ്രീകുമാറിനാണ്. കൊല്ലത്തെ മണ്ഡലത്തിൽ ഷാനവാസ് ഖാനെയും പാലക്കാട് C. ചന്ദ്രനുമാണ് ചുമതല കൊടുക്കുന്നത്. എന്നാൽ ആറന്മുള പോലുള്ള മണ്ഡലങ്ങളിൽ ഇനിയും ചുമതല കൊടുക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പറവൂർ മണ്ഡലത്തിൻ്റെ ഏകോപന ചുമതല KP ഹരിദാസിനാണ്. ഇതൊന്നും മുമ്പുള്ള ഒരു രീതിയല്ല കോൺഗ്രസ്സിന്. അതുപോലെ സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡല ചുമതല NK വർഗീസിന് കൊടുത്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഹരിപ്പാടുള്ളതിന് ചുമതല R. രാജശേഖരനാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ N. സുബ്രഹ്മണ്യൻ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് വിചാരിച്ചതാണ്, കിട്ടിയിട്ടില്ല. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അനിൽ അക്കര. എറണാകുളം മണ്ഡലത്തിൽ ദീപ്തി മേരി വർഗീസ്, അത് കൊള്ളാം. എറണാകുളം മണ്ഡലത്തിൽ ദീപ്തി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിച്ച ആളാണ്. അവരെ പക്ഷേ വാർ റൂമിൻ്റെ ഏകോപന ചുമതല കൊടുത്തിരിക്കണം. അപ്പോൾ പിന്നെ അടിയിൽ കൂടെ ഇനി പാര വെച്ച് തോൽപ്പിക്കാൻ പ്രയാസമായിരിക്കും. B. കുഞ്ഞകൃഷ്ണൻ മത്സരിക്കുന്ന പയ്യന്മാർ ഏകോപന ചുമതല രഞ്ജിത്ത് നാറാത്തിനും. TK ഗോവിന്ദൻ തളിപ്പറമ്പ് ചുമതല മുഹമ്മദ് ബ്ലാത്തൂറിനും. ജീശ്വര ആലപ്പുഴ മണ്ഡലത്തിന് ചുമതല MA ലത്തീഫിനും. PK ശശി മത്സരിക്കുന്നത് ചുമതല P. ബാലഗോപാലിനും. കോൺഗ്രസ് ഇപ്രാവശ്യം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃക്കരിപ്പൂർ മണ്ഡലം ഹക്കിം കുന്നിലിനുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ മണ്ഡലത്തിനും 1ഉം 2ഉം പേരുടെ ചുമതലകൾ. വാർ റൂം വലിയ സന്നാഹത്തോടുകൂടിയാണ് കോൺഗ്രസ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകളെയൊക്കെ ജയിപ്പിച്ച ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് തന്ത്രം അറിയാമെന്നുള്ള ആളാണ് വി ഡി സതീശൻ. മറ്റൊരു കാര്യത്തിൽ വി ഡി സതീശന് കേരളത്തിലൊരു പേര് വന്നിട്ടുണ്ട്. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും നിലപാടുകൾക്ക് വേണ്ടി അവസാനം വരെ പോരാടുകയും ചെയ്യുന്ന ഒരു നിലപാടുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ എന്നുള്ള ഒരു സാധ്യത കേരളത്തിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതേസമയം പിണറായി വിജയൻ്റെ ഇമേജ് അനുദിനം കുറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം കപ്പ് ഒക്കെ എടുത്ത് കപ്പിൽ ലവും മൂണും ഒക്കെ വെച്ചപ്പോൾ അദ്ദേഹം വളരെ മൃദുവായി, സോഫ്റ്റ് പിണറായിയായി. മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചപ്പോൾ വളരെ സോഫ്റ്റായി. പക്ഷേ വളരെ പെട്ടെന്ന് സുധാകരൻ്റെ വിഷയം വന്നപ്പോൾ ചെറ്റത്തരോ എന്നൊക്കെ പറഞ്ഞ് പഴയ സ്വഭാവം എടുത്തു. അപ്പോൾ ബേസിക്കലി ഉള്ള സ്വഭാവം, ബേസിക് ക്യാരക്ടറായിട്ടുള്ള പരനാറി, നികൃഷ്ടജീവി, പിന്നെ വർഗവഞ്ചകൻ, പിന്നെന്താണ് ചെറ്റ, പരമചെറ്റ, അട്ടം പരതി, ഇങ്ങനെയൊക്കെ കുറേ വാക്കുകളുണ്ട് അദ്ദേഹത്തിന്. ഇതെല്ലാം അദ്ദേഹം ഉള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇത് അവസരത്തിലെത്തി അദ്ദേഹം എടുക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ പ്രസംഗിക്കുമെന്ന് അറിയത്തില്ല. അതാണോ യഥാർത്ഥ പിണറായി വിജയൻ? അതോ കുട്ടികളെ കൂടി സോഫ്റ്റായിട്ട് കാണുന്ന, ഇപ്പോൾ കുട്ടികളെ തോളിലെടുക്കുന്ന, കുട്ടികൾക്ക് ഉമ്മം കൊടുക്കുന്ന, കപ്പിൽ ലവ് എഴുതി വെച്ചിട്ടുള്ള, മൂണിൻ്റെ ചിത്രം വരച്ച് വെച്ചിട്ടുള്ള പിണറായി വിജയനാണോ യഥാർത്ഥ പിണറായി വിജയൻ എന്നൊരു ചോദ്യം വളരെ പ്രസിദ്ധമായി വരുന്നുണ്ട്. ഇതെല്ലാം മുതലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാർ റൂം പരിപാടികളുമായിട്ടാണ് കോൺഗ്രസ് രംഗത്തുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല അവർ തൂത്തുവാരും എന്നാണ് ലീഗിൻ്റെ റിപ്പോർട്ടുകളും ലീഗിനെ സംബന്ധിക്കുന്ന സർവേ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു 77-നും 85 അടക്കിന് സീറ്റ് പിടിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ വലിയ തോതിലാണ് കോൺഗ്രസ് പണിപ്പുരയിൽ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. അവരുടെ വാർ റൂമിൽ ഞാൻ പറഞ്ഞ പോലെ 2 ദിവസത്തിലൊരിക്കൽ വിശേഷങ്ങൾ അറിയിക്കണം. അത് ഡൽഹിയിലുള്ള വാർ റൂമിൽ, കാരണം ഡൽഹിയിലും 5 സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് ഡൽഹിയിലും വാർ റൂം തുറന്നിട്ടുണ്ട്. എന്തായാലും വലിയ ഏകോപനമാണ് ഇപ്രാവശ്യം കോൺഗ്രസ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള ഗ്രൂപ്പ് തർക്കവും വഴക്കും എല്ലാം ഓരോ ദിവസം കഴിയുന്തോറും എല്ലാം പരിഹരിച്ച് വരികയാണ്. അതിലൂടെ കോൺഗ്രസ് കൃത്യമായി ഭരണത്തിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാനാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തീരുമാനം. അതിലൂടെ ഇപ്പോൾ CP ജോൺ തിരുവനന്തപുരത്ത് അതിശക്തമായി മുന്നേറുകയാണ്.
പിന്നെ കരമന ജയൻ കൂടി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ബി ജെ പിയുടെ പെർഫോമൻസിന് എങ്ങനെ ഇരിക്കുമെന്ന് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അറിയാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് സി പി ജോൺ ബഹുദൂരം മുന്നിലാണ്. അതുപോലെ ഓരോ മണ്ഡലം തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ അവിടെ ചെന്നതിന് ശേഷം വലിയ അട്ടിമറിയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലാണ് സന്ദീപ് വാര്യരുടെ ഒരു എൻട്രി, വലിയ രീതിയിലാണ്. രമേഷ് പിഷാരടി ജയിക്കുന്നൊരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലങ്ങൾ, കോൺഗ്രസിൻ്റെ സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ, പിന്നെ അങ്ങനെ പല രൂപത്തിലുള്ള പരിപാടികളായിരിക്കും വാർ റൂമിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യപ്പെടുക. എന്തായാലും വലിയ സന്നാഹത്തോടു കൂടി, ചരിത്രത്തിലില്ലാത്ത ഒരു സന്നാഹത്തിലാണ് കോൺഗ്രസ് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം റിസൾട്ട് ഉണ്ടാകുമോ? കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഈ പ്ലാൻ മെയ് മാസം 4-ാം തീയതി നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി മൊബൈൽ ഫോണുകളിലും ടി വികളിലും കാത്തിരുന്ന ഇലക്ഷൻ റിസൾട്ടുകൾ വരുമ്പോൾ, ഭൂരിപക്ഷം വരുമ്പോൾ കേരളത്തിൽ ഏതു പക്ഷം ഭരിക്കും? 3-0 എന്ന പേരിൽ പിണറായി വിജയൻ വീണ്ടും വരുമോ? അതോ 3-ഇല്ല ബിഗ് 0 ആയി പിണറായി വിജയൻ മാറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുമോ? ഇനി അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അല്ല കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടി കളിച്ചിട്ട് മറ്റൊരു മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ? ആ ചോദ്യത്തിനും പ്രസക്തിയുണ്ട് കേരളത്തിൽ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിവൈകാരികമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളാണ് പല സ്ഥലത്തും നടക്കുന്നത്. അതിൽ ആര് ജയിക്കും, ആര് വാഴും, ആര് വീഴും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയം തന്നെയാണ്.